ഡോക്ടർ ഹാരിസിനോട് വിശദീകരണം ചോദിച്ചത് സ്വാഭാവിക നടപടിയെന്ന മന്ത്രി വീണ ജോർജ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സൂപ്രണ്ടുമാരുടെ പർച്ചേസിംഗ് അധികാരം കൂട്ടണമെന്ന ധാരണയായിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജനപ്രതിനിധിയുടെ പൈസ കൊണ്ട് വാങ്ങിയ ചില ഉപകരണങ്ങൾ കാണുന്നില്ല എന്ന് സമിതി കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വകുപ്പുതല അന്വേഷണം നടക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഡോക്ടർ ഹാരിസ് അന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയും പിന്നീട് മാധ്യമങ്ങളിലൂടെയും ഉന്നയിച്ച വിഷയത്തിന്മേൽ ഒരു വിദഗ്ധ സമിതി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഡോക്ടേഴ്സിനെ, മുതിർന്ന ഡോക്ടേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വിദഗ്ധ സമിതി രൂപീകരിക്കുകയും ആ വിദഗ്ധ സമിതി വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ, രേഖകളെല്ലാം പരിശോധിച്ച് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഡോക്ടർ ഹാരിസിന് അദ്ദേഹത്തോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്നുള്ളത് അതൊരു ഡിപ്പാർട്ട്മെൻറ്റ് തല നടപടിയാണ്. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റ ചട്ട 1960 ലംഘനം ഉണ്ടായി എന്നുള്ള സമിതിയുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള അത് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള ഒരു നടപടിക്രമം മാത്രമാണത്. അതുമാത്രമല്ല, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ HDCയുടെ കോളേജിൽ ചുമതല വഹിക്കുന്ന സെക്രട്ടറി ആയിട്ടുള്ള സൂപ്രണ്ടിൻ്റെ പർച്ചേസിംഗ് പവർ ഇപ്പോൾ അത് കൂട്ടണമെന്നുള്ളതാണ്. അതിപ്പോൾ കുറച്ചതല്ല, അത് അങ്ങനെ നിലനിന്ന് പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി. എല്ലാ മെഡിക്കൽ കോളേജുകളിലും ധാരാളമായിട്ട് രോഗികളെത്തുന്നു, ധാരാളമായി ആവശ്യം അത് കൂടുന്നു, വർദ്ധിക്കുന്നു. അപ്പോൾ ഇത് ഒരു മെഡിക്കൽ കോളേജിൻ്റെ മാത്രം വിഷയമായിട്ട് ഗവൺമെൻറ് കാണുന്നില്ല. എല്ലാ മെഡിക്കൽ കോളേജുകളിലും HDC സെക്രട്ടറിമാർക്ക്, സൂപ്രണ്ടുമാർക്ക് പർച്ചേസിംഗ് പവർ, അവരുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂട്ടണം എന്നുള്ളൊരു നിർദ്ദേശം കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു നിർദ്ദേശം ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനൊരു ഹയർ ലെവൽ, അത് മൊത്തം ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ മാത്രം വിഷയമല്ല, എല്ലാ മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമാണ് എന്ന് ഗവൺമെൻറ് കണ്ടിട്ട് അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യനും തൃശ്ശൂരിൽ നിന്ന് നടരാജ് പരശുറാമും ചേരുന്നുണ്ട്. നടരാജിലേക്കാണ്. നടരാജ്, ഇപ്പോൾ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ കേട്ടു. പക്ഷേ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച വിഷയങ്ങൾ അത് എത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണെന്ന് നമുക്കറിയാം. ജനുവിനായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹം തുറന്നു പറഞ്ഞതും. പിന്നെ എന്ത് സ്വാഭാവിക നടപടി എന്നാണ് മന്ത്രി വിശദീകരിക്കുന്നത്? പെരുമാറ്റച്ചട്ടപ്രകാരമുള്ള സ്വാഭാവിക നടപടിയാണിതെന്നും ഇത് മറ്റൊരു പ്രതികാര നടപടിയായി മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുകയാണെന്നും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലെന്നും വീണ ജോർജ് പറയുമ്പോഴും ഈ സൗണ്ട് ബൈറ്റിൽ വീണ ജോർജ് ഹാരിസിനെ കൊടുക്കുന്ന തരത്തിലൊരു പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ കാണാതെ പോകരുത്. അതായത് ഡോക്ടർ ഹാരിസിന്റെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാതായിട്ടുണ്ട് എന്ന് വീണ ജോർജ് പറയുന്നു. അത് ഈ ഉപസമിതി നടത്തിയ പരിശോധനയിലാണ് ഇത്തരം ഉപകരണങ്ങൾ കാണാതായത് എന്ന കാര്യവും മന്ത്രി പറയുന്നുണ്ട്. തിരുവനന്തപുരം MP ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഉപകരണങ്ങളാണ് കാണാതായതെന്നും ഈ കാണാതായ ഉപകരണങ്ങളെ കുറിച്ച് വകുപ്പ് തല അന്വേഷണം നടത്തുന്നു എന്നും മന്ത്രി പറയുന്നുണ്ട്. ഈ അന്വേഷണത്തിൽ കാര്യങ്ങൾ കണ്ടെത്താനായില്ലെങ്കിൽ പോലീസ് അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരുമെന്നും ഹാരിസിന്റെ ചുമതലയുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഉപകരണങ്ങൾ കാണാനെന്നും മന്ത്രി പറയുന്നുണ്ട്. ഇതൊരു തരത്തിൽ ഡോക്ടർ ഹാരിസിനെ കൊടുക്കുന്ന ഒരു ആരോപണമായി കൂടി നിലവിലെ പശ്ചാത്തലത്തിൽ കാണേണ്ടി വരും. ഹാരിസിനെതിരെ ഒരു ഭാഗത്ത് നടപടി വരുമ്പോഴും മറ്റൊരു ഭാഗത്ത് ഹാരിസിന്റെ കീഴിലുള്ള വകുപ്പിലെ ഉപകരണങ്ങൾ കാണാതായിട്ടുണ്ട്, ഇതിൽ പരിശോധന നടത്തുന്നു എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഈ പരിശോധനയുടെ കണ്ടെത്തലുകൾ എന്തായിരിക്കും, ഏതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണെങ്കിലും ഇത്തരത്തിലൊരു പുതിയ കാര്യങ്ങൾ കൂടി രംഗത്തേക്ക് വരുന്നുണ്ട് എന്ന കാര്യം നമ്മൾ കാണാതെ പോരുന്നുണ്ട്. ഹാരിസിന്റെ വെളിപ്പെടുത്തലിലും ഹാരിസിനെതിരായ നടപടിയിലും അത് സ്വാഭാവിക നടപടിയാണ് എന്ന മറുപടിയിൽ ഒതുക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. ശരി, മന്ത്രിയുടെ വാക്കുകളെ കുറിച്ചാണ് നടരാജ് പരശുറാം വിവരങ്ങൾ നൽകിയത്. ഷിജോ കുര്യൻ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷിജോ, നേരത്തെ രാവിലെ നമ്മൾ ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണം കേൾക്കുകയുണ്ടായി. വളരെ വൈകാരികമായാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ഈ വിഷയത്തെക്കുറിച്ച്. ഇപ്പോൾ വിശദീകരണം ചോദിച്ചതിനെ കുറിച്ചൊക്കെ തന്നെ. അതിനിടയിലാണ് മന്ത്രിയുടെ പ്രതികരണം കൂടി വരുന്നത്. ഇപ്പോൾ നടരാജ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ യൂറോളജി വകുപ്പിൽ പല കാര്യങ്ങളും കാണാനില്ല എന്നുള്ളൊരു കാര്യം കൂടി, അല്ലെങ്കിൽ പുതിയൊരു കാര്യം കൂടി മന്ത്രി ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട്.
അമൃത, ഇപ്പോൾ മന്ത്രി പറഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തേണ്ടത് തന്നെയാണ്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിനകത്ത് കൂടുതൽ വ്യക്തത വരുത്തുകയും ചെയ്യണം. അതിനകത്ത് ഇപ്പോൾ നമ്മൾ എന്താണ് മന്ത്രി അങ്ങനെ ഇപ്പോൾ യൂറോളജി വകുപ്പ് എന്ന് പറഞ്ഞതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള അറിവില്ല. മന്ത്രിയെ ഏത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജനപ്രതിനിധികൾ വാങ്ങി നൽകിയ ഉപകരണങ്ങൾ കാണുന്നില്ല. അത് യൂറോളജി വകുപ്പിലേതാണോ എന്നുള്ള കാര്യത്തിനകത്ത് കൃത്യമായിട്ടുള്ളൊരു വ്യക്തത വന്നിട്ടില്ല. അത് കുറച്ചുകൂടി അന്വേഷണത്തിന് ശേഷം മാത്രമേ നമുക്കത് അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഡോക്ടർ ഹാരിസ് ചിറക്കൽ ആദ്യം സമൂഹ മാധ്യമത്തിലൂടെ നടത്തിയ തുറന്നു പറച്ചിൽ, പിന്നീട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ, അതിനകത്ത് അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ആ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഒരടി പിറകോട്ട് പോകാൻ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇപ്പോഴും തയ്യാറായിട്ടില്ല. കാരണം അത് വസ്തുതയാണ്. ഉപകരണമില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങിയിട്ടുണ്ട്. ഉപകരണങ്ങൾ ഇപ്പോഴും എത്തിക്കുന്നതിനകത്ത് വീഴ്ച സംഭവിക്കുന്നുണ്ട്. അതിനകത്ത് വലിയ തരത്തിലുള്ള കാലതാമസം നേരുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് തനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. വിദഗ്ധ സമിതിയുടെ ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടിലെ ഉള്ളടക്കം സംബന്ധിച്ച കാര്യത്തിനകത്തും കുറേയധികം പ്രശ്നങ്ങളുണ്ട്. തനിക്കൊപ്പം സഹപ്രവർത്തകരായിട്ട് പല ആശുപത്രികളിലും ജോലി ചെയ്ത ആളുകളാണ്, അല്ലെങ്കിൽ അങ്ങനെ ഡോക്ടർമാരാണ് ഈ വിദഗ്ധ സമിതിയിൽ ഉണ്ടായിരുന്നത്. അവർ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് തനിക്കറിയില്ല എന്നുള്ള കാര്യങ്ങൾ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണത്തോടു കൂടി ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്നുണ്ട്. എന്തായാലും ഉപകരണമില്ല എന്ന് പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വൈകാരികമായിട്ട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതിനകത്ത് എടുത്തു കാണേണ്ട മറ്റു ചില കാര്യങ്ങൾ, കഴിഞ്ഞ 3-ാം മാസത്തിലും അതുപോലെ 6-ാം മാസത്തിലും മാർച്ചിലും ജൂണിലും ഉപകരണം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സൂപ്രണ്ടിന് അദ്ദേഹം കത്ത് കൊടുത്തതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഉപകരണ ക്ഷാമത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. സൂപ്രണ്ടിനെ അറിയിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഉപകരണമില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല എന്ന് പറയുന്ന ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ വാദത്തെ പൊളിക്കുന്നതാണ് ഇപ്പോൾ ഈ പുറത്തു വന്ന കത്തിലെ വിവരങ്ങൾ. കൃത്യമായിട്ട് അത് ഡേറ്റ് സഹിതം പുറത്തു വന്നിട്ടുണ്ട്. അതായത് മാർച്ച് മാസം 3-ാം മാസം അത് അദ്ദേഹം സൂപ്രണ്ടിന് അയക്കുന്നു. വീണ്ടും ഒരു റിമൈൻഡർ എന്ന നിലയിൽ 6-ാം മാസത്തിലും അങ്ങനെ ഒരു കത്ത് കൊടുക്കുന്നു. അപ്പോൾ ഉപകരണ ക്ഷാമത്തെക്കുറിച്ച് കൃത്യമായി അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കൽ അത് മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ അറിയിച്ചിട്ടില്ല എന്ന് പറയുന്ന അവരുടെ വാദങ്ങളെ തള്ളുന്നതാണ്. മറ്റൊരു കാര്യം, ഇന്നിപ്പോൾ ഡോക്ടർ വൈകാരികമായിട്ട് കരഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിച്ചതും പിന്നീട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് അദ്ദേഹം കരഞ്ഞുകൊണ്ട് വീട്ടിനകത്തേക്ക് കയറിപ്പോയി, പിന്നീട് ഇറങ്ങി വന്ന് വാഹനത്തിൽ കയറി ആശുപത്രിയിലേക്ക് പോയത്. അവിടെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ഗതികേടിലാണ് ഇന്നിപ്പോൾ താൻ കടന്നു പോകുന്നത്. അതായത് ഈ കത്ത് അയക്കണമെങ്കിൽ കത്തയക്കാൻ വേണ്ട പേപ്പർ പോലും ആശുപത്രിയിലില്ല. അത് തൻ്റെ കയ്യിലെ കാശ് മുടക്കി, സ്വയം താൻ കാശ് മുടക്കി അത് പ്രിൻ്റ് സ്വന്തമായിട്ട് ഓഫീസോ പ്രിൻ്ററോ പോലുമില്ല. അപ്പോൾ സ്വന്തം കയ്യിലെ കാശ് മുടക്കി പേപ്പർ മേടിച്ചത് പ്രിൻ്റ് ചെയ്ത് അത് ഡ്രാഫ്റ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക്, അത്തരം ഒരു ഗതികേടിലേക്ക് താൻ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇന്ന് ചെയ്തത്. അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കുന്നുണ്ട്, ഇങ്ങനൊരു ഗതികേട് ബന്ധപ്പെട്ട അധികൃതർക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ താൻ അതേക്കുറിച്ച് ഇപ്പോഴൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കലിനെയാണ് നമ്മൾ കണ്ടത്. അതായത് ഏതാണ്ട് കഴിഞ്ഞ മാസം 28-ാം തീയതി, ജൂൺ 28-ാം തീയതി അദ്ദേഹം ഇങ്ങനൊരു തുറന്നു പറച്ചിൽ ഷിജോയിലേക്ക് മടങ്ങിയെത്താൻ.